ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. परमेश्वर के नाम को महिमा मिलने पाए। ഈ നല്ല പകലിന് ദൈവത്തിന് നന്ദി പറയുന്നു. और इस सुंदर समय के लिए मैं परमेश्वर को धन्यवाद देना चाहता हूँ। വിശേഷാൽ ഉദംഗപൂർ സഭയോട് ചേർന്ന് കർത്താവിന്റെ ദാസന്മാരോട് ചേർന്ന് പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഒന്നിച്ച് ഒരു അവസരം ദൈവം തന്നതിന് ദൈവത്തിന് വാഴ്ത്തുകയാണ്, നന്ദി പറയുക. विशेष करके डूंगरपुर की कलीसिया के साथ में, पासवानों के साथ में, विश्वासियों के साथ में मिलकर दिए हुए संगति के लिए मैं परमेश्वर को धन्यवाद देना चाहता हूँ। കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി ഞങ്ങൾ കുടുംബമായിട്ട് അറിയിക്കുന്നു. और आरंभ में ही प्रभु के नाम से प्रेमी सलाम हमारे परिवार की ओर से मैं कहना चाहता हूँ। ഒത്തിരി സന്തോഷമുണ്ട്. വളരെ ദിനങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കിയത്. और बहुत आनंदित हूं मैं, कई लंबे अंतराल के बाद में इस प्रकार से वचन की मनादी में आपके सम्मुख कर पा रहा हूं। ഉദയ്പൂരുള്ള സമയങ്ങളിൽ ലഭിച്ചിട്ടുള്ള കൂട്ടായ്മകൾ ഒത്തിരി ഓർക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനുമുണ്ട്. और जब मैं उदयपुर में था उन दिनों में जो संगति कई बार मेरे जीवन में स्थानीय कलीसिया के साथ में मिली, उन बातों को सोचकर मैं प्रभु को धन्यवाद देता हूँ। ദാസൻ, പ്രിയ പരീസ് പാസ്റ്റർ, സന്തോഷ് പാസ്റ്റർ, കുടുംബം, കുഞ്ഞുങ്ങൾ എല്ലാരെയും ഓർത്ത് ദൈവത്തെ വാഴ്ത്തു. और प्रभु के दास उनके परिवारों को याद करके मैं प्रभु को धन्यवाद देता हूँ। ശുശ്രൂഷയുടെ മേഖലകളിൽ അവരിലൂടെ ലഭിച്ചിട്ടുള്ള എല്ലാ സഹകരണത്തിനും സഭയായിട്ട് ലഭിച്ചിട്ടുള്ള കൂട്ടായ്മയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. और कलीसियाई तौर पर मेरी सेवकाई में जो संगति और जो समर्थन मुझे मिला, उन सारी बातों के लिए मैं प्रभु को धन्यवाद देता हूँ। ദീർഘകാലത്തെ മുൻപരിചയമൊന്നും ഇല്ലെങ്കിലും ആ ഭവനത്തിൽ, ആ കോമ്പൗണ്ടിൽ വന്നു കയറുമ്പോൾ ഞങ്ങളുടെ ഒരു സ്വന്തം ഭവനത്തിൽ വരുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. और बहुत लंबे सालों का परिचय नहीं, लेकिन जब भी हम वहां पर आते हैं, उस परिसर में आते हैं, हमें ऐसा लगता है मानो हम हमारे घर में आए हैं। കർത്താവിൽ ലഭിക്കുന്ന കൂട്ടായ്മ ബന്ധങ്ങൾ നമുക്ക് വിലപ്പെട്ടതാണ്. परमेश्वर में जो सहभागिताएं, जो मित्रताएं हमें मिलती है, वो अपने आप में महत्वपूर्ण है। മുമ്പിൽ സമയം കുറവായതിന് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുമിച്ച് ദൈവസേനയിൽ ചില വചനങ്ങൾ വായിപ്പാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയും मिलकर आपका ध्यान में प्रभु के वचन की ओर आज सुबह में ले जाना चाहूंगा। അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. हम एक अनुग्रहित आराधना का अनुभव कर रहे थे। ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഭവനങ്ങളുടെ ഉള്ളിൽ, നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ ദൈവത്തിന്റെ കാര്യം കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. और मैं विश्वास करता हूं आज की सुबह परमेश्वर का पवित्र आत्मा हमारे घरों के भीतर कई बातों को अपने हाथों में लेकर उन पर अपने कार्य को प्रकट करने जा रहा है। ഈ 2021 അസാധാരണമായ ഒരു പ്രകാശം ദൈവം നമുക്ക് തരും. और 2021 के अंदर परमेश्वर एक असाधारण ज्योति, असाधारण प्रकाश मेरे और आपके जीवनों में उंडेलेगा। അവൻ നമ്മുടെ അന്ധകാരങ്ങളെ പ്രകാശമാക്കും. वह हमारे अंधकार को प्रकाश में रूपांतरित करेगा। വ്യക്തതകളും സ്പഷ്ടതകളും വരും. और हमारे जीवन में स्पष्टता और सही रीति से चीजों को हम समझ पाएंगे। ആമേൻ. അവിടെ ചിലത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യും, ചില ദൈവപ്രവർത്തികൾ. और वहां पर प्रभु के कई कार्यों को हम स्पष्टता के साथ में सुन पाएंगे और देख पाएंगे। കർത്താവിന്റെ പ്രവൃത്തിയെ കാണാനും കേൾക്കാനും ഈ 2021 ദൈവം സഹായിക്കും. और 2021 में परमेश्वर के कार्यों को देखने के लिए, सुनने के लिए परमेश्वर मेरे और आपके जीवनों में मदद देगा। ആ ദൈവപ്രവൃത്തി അനുഭവിക്കുവാൻ ദൈവം നമുക്ക് വ്യക്തതയോടെ സ്പഷ്ടതയോടെ ചില വെളിച്ചത്തെ ദൈവം നമുക്ക് തരും. और उन ईश्वरीय कार्य योजनाओं को महसूस करने के लिए, देखने के लिए परमेश्वर अपनी आत्मा में एक स्पष्टता को मेरे और आपके जीवन में प्रदान करेगा। വേഗത്തിൽ ഒരു വചനം വായിപ്പാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. और एक वचन मैं आपके सम्मुख में रखना चाहूंगा। യോഹന്നാൻ എഴുതിയ ലേഖനം, 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായം, അതിന്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ. 1 John 1st chapter 1-3. पहला यूहन्ना उसका पहला अध्याय और उसका आरंभिक 3 पदों को मैं पढ़ना चाहूंगा। ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു.
पहला यूहन्ना पहला अध्याय 1 से 4। उस जीवन के वचन के विषय में जो आदि से था, जिसे हमने सुना और जिसे अपनी आंखों से देखा, वरन जिसे हमने ध्यान से देखा और हाथों से छुआ, यह जीवन प्रकट हुआ और हमने उसे देखा और उसकी गवाही देते हैं और तुम्हें उस अनंत जीवन का समाचार देते हैं जो पिता के साथ था और हम पर प्रकट हुआ। जो कुछ हमने देखा और सुना है उसका समाचार तुम्हें भी देते हैं, इसलिए कि तुम भी हमारे साथ सहभागी हो, और हमारी यह सहभागिता पिता के साथ और उसके पुत्र यीशु मसीह के साथ है। और ये बातें हम इसलिए लिखते हैं कि हमारा आनंद पूरा हो जाए। രണ്ട് പദ്ധതിയോട് കൂടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. और दो योजनाओं के साथ में यह यहां पर लिखा गया है। 3ഉം 4ഉം വാക്യങ്ങൾ പറയുന്നു, ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്, ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന്. രണ്ട് കാര്യം പറയുന്നു. ഒന്ന്, കൂട്ടായ്മ ഉണ്ടാകണം. രണ്ട്, സന്തോഷം പൂർണ്ണമാകണം. और तीसरे और चौथे पद में दो बातों को हम मुख्य रीति से देखते हैं। पहला, हमारे साथ सहभागी होना है, और दूसरा, हमारा आनंद पूरा होना है। पहला सहभागिता, दूसरा आनंद पूरा होना। ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തോടും കൂട്ടായ്മ ഉണ്ടാകുവാൻ. परमेश्वर ने मनुष्य को इसीलिए सृजा कि मनुष्य परमेश्वर के साथ में सहभागिता करे। ദൈവ വചനം തന്നത് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാ ഇവിടെ നമ്മൾ വായിക്കുന്നു. और परमेश्वर का वचन इसीलिए दिया गया कि हम परमेश्वर के साथ में सहभागिता करें। ആമേൻ. ആ കൂട്ടായ്മ സംഗതി അത് ഉണ്ടാകേണ്ടതിനാണ് ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. അവൻ അവരോട് കൂടെ ഇരിപ്പാൻ 12 പേരെ തെരഞ്ഞെടുത്തു. प्रियो, परमेश्वर ने यीशु को इस संसार में इसलिए भेजा कि वह हमारे साथ में संगति कर सके, और उन 12 लोगों को यीशु ने इसीलिए चुना कि वे उसके साथ में सहभागिता करे, उस संगति के अंदर बने रह सके। ഒന്ന്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് കൂട്ടായ്മയ്ക്ക്, യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് കൂട്ടായ്മയ്ക്ക്, ദൈവ വചനം തന്നത് കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. और परमेश्वर ने इस मनुष्य की सृष्टि की सहभागिता के लिए परमेश्वर ने यीशु को इस संसार में भेजा सहभागिता के लिए, और ये सारी जो बातें प्रभु के द्वारा संपन्न हुई है वो सारी बातें सहभागिता के लिए हुई है। എന്താണ് കൂട്ടായ്മ? और ये सहभागिता या संगति क्या है? അവിടെ പറയുന്നു, ഞങ്ങൾ യേശുവിനെ കണ്ടു, ഞങ്ങൾ യേശുവിനെ കേട്ടു, ഞങ്ങൾ യേശുവിനെ തൊട്ടു. അതാണ് ജീവന്റെ കൂട്ടായ്മ. और हम देखते हैं कि वहां पे लिखा है कि हमने यीशु को देखा, हमने यीशु को सुना, हमने उसको छुआ। वह है जीवन की सहभागिता। പാട്ട് പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ യേശുവിനെ തൊടുവാൻ കേൾക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നമ്മൾ ജീവന്റെ കൂട്ടായ്മ അനുഭവിക്കുകയാണ്. प्रियो, गीत गाते समय, आराधना करते समय, वचन सुनते समय यदि आप यीशु को सुन पा रहे हैं, यीशु को स्पर्श कर पा रहे हैं, तो मैं और आप उस जीवन की सहभागिता में हम है। ആമേൻ. ചിലർക്ക് പാട്ട് വെറും പാട്ടാണ്. कुछ लोगों के लिए गीत वैसे ही एक गीत है। ചിലർക്ക് പ്രസംഗം വെറും അറിവുകൾ മാത്രമാണ്. कुछ लोगों के लिए प्रचार कुछ जानकारियों को बांटना है। ചിലർക്ക് ചർച്ചിനകത്ത് വന്നിരിക്കുന്നത്, ഒരുമിച്ച് സൂമിൽ ഇരിക്കുന്നത് വെറും ഒരു ഇരിപ്പാണ്. कुछ लोगों के लिए जूम में मीटिंग में जुड़ना या कलीसिया भवन में जुड़ना वैसे ही एक मुलाकात के लिए है। എന്നാൽ ഇത് ചിലർക്ക് വെറും കാഴ്ചകളാണ്. कुछ लोगों के लिए केवल ये देखने की बातें हैं। എന്നാൽ യേശുവിനെ തൊടുന്ന, യേശുവിനെ കേൾക്കുന്ന, യേശുവിനെ കാണുന്ന ഒരു ദൈവ പൈതലിന് ഇത് ജീവന്റെ കൂട്ടായ്മയാണ്. लेकिन प्रियो, जो बच्चा, जो व्यक्ति यीशु को देखता है, जो यीशु को सुनता है, यीशु को छूता है, उसके लिए ये जीवन की सहभागिता हो जाती है। ഒരു സ്തോത്രമേ പറഞ്ഞുള്ളെങ്കിലും, ഒരു പാട്ടേ പാടിയുള്ളെങ്കിലും, ഒരു വചനമേ കേട്ടുള്ളെങ്കിലും അതിലൂടെ യേശുവിനെ തൊടണം, കാണണം, കേൾക്കണം. അത് ജീവന്റെ കൂട്ടായ്മയാണ്. प्रियो, हो सकता है आप एक वचन बोलते होंगे, एक बार स्तुति करते होंगे, एक गीत गाते होंगे, लेकिन उस एक बात के द्वारा यदि आप यीशु को स्पर्श कर पाते हैं, प्रभु की आवाज को आप सुन पाते हैं, प्रभु को आप देख पाते हैं, तो वो जीवन की सहभागिता के अंदर आप प्रवेश कर पाते हैं। എന്താ ഇന്ന് കൂട്ടായ്മയ്ക്കകത്ത് ജീവൻ ഇല്ലാതെ പോകുന്നത്? आज हमारी संगतियों में जीवन का अभाव क्यों है?
അവിടെ അഭിഷിക്തൻ പറയുന്നു, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് അറിയിക്കുന്നു കൂട്ടായ്മ ഉണ്ടാകേണ്ടത്. और वहां पर अभिषिक्त कहता है जो मैंने सुना, जो मैंने देखा, उसे मैं बताता हूं ताकि हम सहभागिता में आगे बढ़ सके. കേവലം ലോകത്തിന്റെ കുറെ കാഴ്ചകളല്ല കണ്ടത്, യേശുവിനെ കണ്ടു കേട്ടു, അത് ഞങ്ങൾ അറിയിക്കുന്നു. और संसार की कुछ जानकारियों की बात यहां पर नहीं हो रही है. हमने यीशु को सुना, यीशु को देखा, यीशु को छुआ, और वह बातें हम बता रहे हैं ताकि जीवन की सहभागिता हो सके. യേശുവിൽ നിന്ന് കേട്ടതും കണ്ടതും അറിയിക്കുമ്പോഴാണ് കൂട്ടായ്മ ഉണ്ടാകുന്നത്. और जो हमने यीशु से देखा, यीशु से सुना, जब हम उनको प्रकट करते हैं, वहां पर सहभागिता प्रकट होती है. എന്നാ കൂട്ടായ്മ ഇന്ന് ഉണ്ടാകാത്തത് യേശുവിനെ കേൾക്കുന്നില്ല, യേശുവിനെ കാണുന്നില്ല, യേശുവിൽ നിന്ന് കേൾക്കുന്നില്ല, യേശുവിൽ നിന്ന് കാണുന്നില്ല. വെറും അറിവുകൾ അറിയിക്കുന്നത് കൊണ്ട് കൂട്ടായ്മ ഉണ്ടാകുന്നില്ല. प्रियो, आज सहभागिता क्यों नहीं हो पा रही? क्योंकि हम यीशु से सुन नहीं पा रहे, यीशु को देख नहीं पा रहे, यीशु को स्पर्श नहीं कर पा रहे. हमारी बुद्धि से, हमारी जानकारियों से हम कई बातों को बांटते रहते हैं. उस कारण से जो सहभागिता होना चाहिए, वो सहभागिता में हम प्रवेश नहीं कर पाते. കേവലം അറിവുകളും ആശയങ്ങളും അറിയിക്കുന്നത് കൊണ്ട് ദൈവമക്കളുടെ ഇടയിൽ പ്രസംഗകരിൽ നിന്ന് ലഭിക്കേണ്ട ശുശ്രൂഷ ലഭിക്കാത്തത് കൊണ്ട് കൂട്ടായ്മ ഉണ്ടാകുന്നില്ല. प्रियो, प्रचारकों के द्वारा केवल जानकारियां पहुंचाने के द्वारा या इधर उधर की बातें करने के द्वारा कई बार जो जीवन की सहभागिता यीशु मसीह के द्वारा होना चाहिए, वह सहभागिता हमारी मंडलियों में आज नहीं हो पा रही. ഞാൻ സമയക്കുറവുകൊണ്ട് അവിടെ വിവരിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്, മുമ്പോട്ട് പോകേണ്ടതുണ്ട്. मैं आगे बढ़ना चाहूंगा. ആശയം, നോളജ് എപ്പോഴും ഐഡിയാസ് നമുക്ക് തരും. और कई प्रकार के विचार, कई प्रकार के ज्ञान, बुद्धि की बातें हमें प्रदान करती है. ഐഡിയാസ് തരും, നോളജ് ഐഡിയാസ് തരും. അത് ഡിവിഷൻ ഉണ്ടാക്കും. എന്റെ ഐഡിയ അല്ല, ഡുംഗപ്പൂർ സന്തോഷ് പാസ്റ്ററുടെ ഐഡിയ. और ज्ञान हमें कई प्रकार के विचार देगा, और ये विचार हमारे बीचों में मतभेद को उत्पन्न कर सकता है, क्योंकि मेरे सोचने का तरीका नहीं है किसी और व्यक्ति के सोचने का तरीका, और हमारे बीच में मतभेद और तकरार ज्ञान के कारण हो सकता है. യേശുവിനെ തൊട്ട ഒരു വചനം അകത്ത് വെളിപ്പാടായിട്ട് ലഭിച്ചാൽ, റെവലേഷൻ നമുക്ക് വണ്ണസ് തരും. അത് ദൈവമഹത്വത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരും. लेकिन प्रियो, यदि एक वचन में हम यीशु को स्पर्श कर पाते हैं, वह वचन हमारे अंदर एक प्रकाशन बन जाता है, और वो प्रकाशन हमें सहभागिता के अंदर हमें आगे ले जाता है, जहां पर हम प्रभु की उपस्थिति को, प्रभु के द्वारा होने वाले उस मेल मिलाप को, उस एक रूपता को हम समझ पाते हैं. അറിവുകളും ആശയങ്ങളും ഇൻഫർമേഷനും ഒത്തിരി ലഭിക്കട്ടെ, എന്നാൽ അതിലുപരി അതിനപ്പുറത്തുള്ള വെളിപ്പാടിൽ യേശുവിനെ തൊടുന്ന ആരാധനയായി, യേശുവിനെ കേൾക്കുന്ന ആരാധനയായി, യേശുവിനെ അവൻ കാണുന്ന ആരാധനയായി നമ്മുടെ ആരാധനയിൽ സംഭവിക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. प्रियो, ज्ञान, सूचनाएं, जानकारियां, ये सब ठीक है, लेकिन मेरी और आपकी आराधनाओं के अंदर, मेरी और आपकी संगतियों के अंदर परमेश्वर का प्रकाशन प्रकट होने पाए, और उन प्रकाशनों के द्वारा जीवन की सहभागिता में यीशु को स्पर्श करने के अवस्था के अंदर मैं और आप पहुंच सके. കർത്താവിനെ കാണുക, परमेश्वर को देखना है, കർത്താവിനെ കേൾക്കുക, परमेश्वर की सुनना है. കർത്താവിനെ കാണാൻ, കേൾക്കാൻ, തൊടാൻ ഈ കൂട്ടായ്മയിൽ ദൈവം നമുക്ക് അവസരം തരികയാണ്. परमेश्वर को देखने के लिए, सुनने के लिए, छूने के लिए इस संगति में प्रभु मेरे और आपके जीवनों में अवसरों को दे रहा है. കർത്താവിനെ കുറിച്ച് കേൾക്കുന്നതല്ല, കർത്താവിനെ കേൾക്കുക എന്ന് പറയുന്നത്. परमेश्वर के बारे में सुनने की बात नहीं है, परमेश्वर से सुनने की बात है. यहाँ കർത്താവിനെ കുറിച്ച് കേൾക്കുക എന്ന് പറയുന്നത് ഒരു അറിവ് മാത്രമാണ്, പക്ഷെ കർത്താവിനെ കേൾക്കുക എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. प्रियो, परमेश्वर के बारे में सीखना, सुनना, आप जानकारियां एकत्र कर सकते हैं, लेकिन यदि परमेश्वर से आप सुनना आरंभ करेंगे, आपका जीवन रूपांतरित होना आरंभ हो जाएगा. ഈ കൂട്ടായ്മയിൽ കർത്താവിനെ കാണുന്ന അനേകരുണ്ട്. और इस सहभागिता में प्रभु को देखने वाले कई लोग आज यहाँ पर है. ഈ കൂട്ടായ്മയിൽ കർത്താവിനെ കേൾക്കുന്ന അനേകരുണ്ട്. और आज इस संगति में बहुत तेरे लोग हैं जो प्रभु की आवाज को सुनते हैं. അവൻ ഈ കൂട്ടായ്മയിൽ കർത്താവിനെ തൊടുന്ന അനേകരുണ്ട്, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. और मैं विश्वास करता हूं बहुत तेरे लोग ऐसे हैं जो प्रभु को स्पर्श करते हैं.
എവിടൊക്കെ ദൈവം ഇറങ്ങിയോ പരിശുദ്ധാത്മാവ് ഇറങ്ങിയോ അവിടൊക്കെ ചിലത് കാണാനും കേൾക്കാനും ഉണ്ടെന്ന് മറന്നു പോകരുത്. प्रियो, जहां जहां प्रभु का प्रकटीकरण हुआ, जहां जहां पवित्र आत्मा उतरा, वहां पर देखने के लिए, सुनने के लिए कुछ बातें हैं. इस बात को भूलना मत. ആമീൻ. അവരുടെ ഇടയിൽ ഭൂതങ്ങൾ വിട്ടുപോകുമ്പോൾ ദൈവരാജ്യം വാസ്തവമായി ഉണ്ടെന്ന് അവർ അറിയുമെന്ന് ബൈബിൾ പറയുന്നു. और वचन हमें सिखाता है कि जब लोगों के अंदर से दुष्ट आत्माएं निकल जाएगी, तब आप जान जाओगे कि परमेश्वर का राज्य उनके मध्य में है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. ഒരുവൻ പുതിയൊരു വ്യക്തി സഭയ്ക്കുള്ളിൽ വരുമ്പോൾ അവൻ ആത്മാവിൽ വിവേചിക്കപ്പെടുമ്പോൾ അവന്റെ ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെട്ടു വരുമ്പോൾ വാസ്തവമായി ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് അറിയുമെന്ന് വചനം പറയുന്നു. एक नया व्यक्ति जब आपके बीच में आता है, आप पवित्र आत्मा में उसके मन के भेदों को परख लेते हैं और उन बातों को जब बता देते हैं, तब वो जान जाता है कि हमारे मध्य में परमेश्वर है. ऐसा वचन हमें सिखाता है. ദൈവവും പരിശുദ്ധാത്മാവും ഇറങ്ങുന്നിടത്ത് കാണാനും കേൾക്കാനും ഉണ്ട് സഹോദര സഹോദരി. प्रिय भाई, प्रिय बहन, जहां पर परमेश्वर उतर आता है, वहां पर देखने के लिए और सुनने के लिए बहुत सारी बातें हैं. विश्वास कीजिए. 47 സ്വാതന്ത്ര്യം കിട്ടിയെന്ന് കേട്ടറിയുന്നത് പോലെയല്ല, ഇത് കാണാനും തൊടാനും കേൾക്കാനും ഉള്ളതാ ദൈവവും ദൈവരാജ്യവും. प्रियो, जो स्वतंत्रता मुझे और आपको मिली है, जिस परमेश्वर के राज्य के अंदर प्रभु हमें ले जाना चाहता है, वह केवल जानकारियों का संकलन नहीं है, लेकिन यहां पर अपनी आंखों से देखने के लिए, अपने कानों से सुनने के लिए कुछ हकीकतें हैं, कुछ सच्चाइयां हैं, उनको हमें भूलना नहीं है. ഇന്ന് പകൽ നമ്മുടെ കണ്ണ് തുറന്ന് കാത് തുറന്ന് കേൾക്കുവാൻ കാണുവാൻ കഴിയട്ടെ. ഷർട്ടിനേക്കാൾ ഇട്ടിരിക്കുന്ന വേഷത്തെക്കാൾ അടുത്ത് ചേർന്ന് നിൽക്കുന്ന വലിയ ദൈവത്തിന്റെ തേജസ്സിനെ, വലിയ ദൈവത്തെ ഈ പകൽ അനുഭവിച്ചറിയുവാൻ ഒരു കൂട്ടായ്മ വെളിപ്പെടുത്തും. प्रियो, पवित्र आत्मा हमें मदद करने पाए, हमारी आंखें खुलने पाए, हमारे कान खुल जाने पाए, ताकि परमेश्वर की उस निकटता को, परमेश्वर की उस करीबीपन को इन दिनों में मैं और आप समझ सके, उसको हम महसूस कर सके. നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് ഒരു കൂട്ടായ്മയാ. प्रियो, हमारा मिलकर बैठना ही एक सहभागिता है. ഒരുമിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ഒരു കൂട്ടായ്മയാ. मिलकर जब एक गिलास पानी पीते, वह भी एक संगति है. ഒരുമിച്ച് കരമൊന്ന് ഉയർത്തുന്നത് ഒരു കൂട്ടായ്മയാ. मिलकर जब हम हाथों को उठाते, वह भी एक सहभागिता है. ഒരുമിച്ച് മുട്ടുമടക്കുന്നത് ഒരു കൂട്ടായ്മയാ. मिलकर जब हम घुटने टेकते हैं, वह भी एक सहभागिता है. ഒരു കൈ ഒരുമിച്ച് രണ്ടുപേർ തമ്മിൽ കൊടുക്കുന്നത് ഒരു കൂട്ടായ്മയാ. दो लोग जब हाथ मिलाते हैं, वो एक सहभागिता है. എന്റെ ഹൃദയവും നിന്റെ ഹൃദയവും ഒത്തിരിക്കുന്നെങ്കിൽ കൈത, നമ്മൾ തമ്മിൽ കൂട്ടായ്മയുണ്ടെങ്കിൽ കൈത എന്ന് പഴയ നിയമത്തിൽ ഒരു വേദഭാഗം പറയുന്നു. और पुराने नियम हम इस प्रकार से देखते हैं, एक प्रभु का दास कहता है, मेरा दिल और तेरा दिल एक मन है, तो तेरा हाथ बढ़ा, हम हाथ मिलाएंगे, हम हमारे बीच में एक सहभागिता हो जाने पाए. പാടുന്നതും പ്രാർത്ഥിക്കുന്നതും വചനം കേൾക്കുന്നതിനൊക്കെ അനുഗ്രഹമുണ്ടെന്നാൽ അതിലുപരി കൈ കൊടുക്കുന്നതിൽ, ഒരുമിച്ച് മുട്ടുമടക്കുന്നതിൽ, ഇത് തിരിച്ചറിഞ്ഞ് ഒന്നിച്ച് ഇരിക്കുന്നതിൽ, ഒരു തുള്ളി വെള്ളം കുടിക്കുന്നതിൽ ഒരു കൂട്ടായ്മയുണ്ട്. അതിനകത്തൊരു അനുഗ്രഹമുണ്ട്. प्रियो, गीत गाने में, आराधना करने में, उन सारी बातों से बढ़कर जब दो लोगों का मन एक हो जाता है और एक मन से जब हाथ मिलाते हैं, एक मन से जब घुटने टेकते हैं, उस एकता के अंदर एक सहभागिता है, एक संगति है, जहां पर ईश्वर कार्य योजनाएं प्रकट होती है. 133 സങ്കീർത്തനം 1 മുതൽ 3 വരെ ഭാഗങ്ങൾ പറയുന്നത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് അഹ്റോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക്, താടിയിൽ നിന്ന് വസ്ത്രത്തിന്റെ വെളുമ്പിലേക്ക് ഒഴുകുന്ന വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്തിറങ്ങുന്ന ഹെർമോനിയ മഞ്ഞു പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. प्रियो, भजन 133 में लिखा है कि देखो यह क्या ही भली और मनोहर बात है कि भाई लोग आपस में मिले रहे. यह तो उस उत्तम तेल के समान है जो हार उनके सिर पर डाला गया था और उसकी दाढ़ी पर बहकर उसके वस्त्र की छोर तक पहुंच गया. यह हरमोन की उस ओस के समान है जो सिय्योन के पहाड़ों पर गिरती है. यहोवा ने तो वही सदा के जीवन की आशीष ठहराई है.
പെന്തക്കോസ്തിന്റെ ആദിമ കാലഘട്ടങ്ങളിൽ ഇത്രയും ആൾക്കൂട്ടമില്ല, ഇത്രയും ആർഭാടമില്ല, ഇത്രയും സൗകര്യങ്ങളില്ല, ഇത്രയും സുവിധ ഇല്ല, ഇത്രയും കെട്ടിടമില്ല, ഇത്രയും ആൾക്കൂട്ടമോ പ്രസംഗകരോ ഇത്രയും മറ്റുള്ള യാതൊന്നും ഇല്ലാതിരിക്കുക. അവരുടെ ഇടയിൽ അത് വർദ്ധിക്കാൻ, ജനക്കൂട്ടം വർദ്ധിക്കാൻ ഒരു കാരണമുണ്ട്. പ്രാർത്ഥനയുടെ കൂട്ടായ്മ, ജനത്തിന്റെ ഹൃദയത്തിന്റെ കൂട്ടായ്മ, ഒരു കൂട്ടായ്മ ബന്ധം ഉള്ള 10 പേർ തമ്മിലുണ്ടായിരുന്നു. प्रियो, पेंतेकोस्त की सेवकाई के आरंभ में लोगों के पास में अधिक धन दौलत नहीं थी, उनके पास में इमारत नहीं था, उनके पास में बहुत सारी व्यवस्थाएं नहीं थी, लेकिन लोग छोटे छोटे समूहों में जब मिला करते थे, उनके मध्य में प्रार्थना में एकता थी, उनके मनों में एकता थी, आपस में एक मेल मिलाप था, और उस एकता में जब वे प्रार्थना करना आरंभ किया, परमेश्वर ने उन्हें विस्तार में उन्हें बढ़ाने प्रभु लग गया। ഇന്ന് നമുക്ക് ആഡംബരമുണ്ട്, ആൾക്കൂട്ടമുണ്ട്, ശുശ്രൂഷയുടെ വിവിധ പരിപാടികൾ നമ്മൾ ചെയ്യുന്നു, കേട്ടറിവുകൾ വിളിച്ചു പറയുന്നത് കൊണ്ട് അകത്തെവിടെയോ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടു, സന്തോഷം പൂർണ്ണമാകുന്നില്ല. प्रियो, आज हमारे पास में बहुत सारी बातें हम कर रहे हैं, बहुत सारी इधर उधर से बातों को देखकर हम उन्हें दोहरा रहे हैं, लेकिन पवित्र आत्मा याद दिला रहा है हमारे बीच में एक एकता होना जरूरी है, हमारे बीच में मनों का एकीकरण होना बहुत जरूरी है, क्योंकि जब यह सहभागिता हमारे मध्य में प्रकट होगी, हमारा आनंद वहां पर पूरा हो जाएगा. എവിടെയോ കൂട്ടായ്മയുടെ ബന്ധങ്ങൾക്കകത്ത് വിള്ളൽ വന്നു. प्रियो, कहीं न कहीं उस संगति का, उस सहभागिता के, उन रिश्तों के बीच में एक दरार आ गई है. എവിടെയോ ഒരു കാലത്ത് കൂട്ടായ്മയ്ക്കകത്തേക്ക്, സഭാ ഹാളിനകത്തേക്കും ഭവനങ്ങൾക്കകത്തെ പ്രാർത്ഥനയിലേക്കും ഓടി വന്ന ജനം, ആ സന്തോഷം അനുഭവിച്ച ജനം എവിടെയോ ആ നിയമ പെട്ടകത്തെ, ദൈവത്തിന്റെ ബലത്തിന്റെ പെട്ടകത്തെ പിടിക്കപ്പെട്ടത് കൊണ്ട് ഇന്ന് ആ സന്തോഷം, കൂട്ടായ്മയുടെ സന്തോഷം പലയിടത്തും നഷ്ടമായി. ഇത് ചടങ്ങായി മാറുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിന്റെ നടുവിൽ വ്യാപരിച്ചിട്ട് നമ്മുടെ കൂട്ടായ്മ ബന്ധങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി ഒരു പുതിയ സന്തോഷം, ഒരു പുതിയ കൂട്ടായ്മയുടെ ആഴങ്ങൾ എന്റെ ദൈവം ഇറങ്ങി ചെയ്യും. प्रियो, जब हमारी संगतियां, हमारी मुलाकात एक औपचारिकता बन जाती है और उसके अंदर से परमेश्वर की उपस्थिति अदृश्य हो जाती है, तो वहां पर आनंद नहीं रह पाता. पवित्र आत्मा आज की सभा के अंदर, आज की संगति में मुझे और आपको याद दिला रहा है, इन दिनों में आपस में मेल मिलाप के साथ में एक परमेश्वर की उपस्थिति के अंदर जब हम जुड़ने के लिए तैयार हो जाएंगे, प्रभु हमारे आनंद को पूरा करेगा. ജീവന്റെ കൂട്ടായ്മയിലേക്ക്, ആ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു വർഷമാക്കി ദൈവം ഈ വർഷത്തെ തീർക്കട്ടെ. അതിനകത്ത് ദൈവത്തെ കാണാൻ, കേൾക്കാൻ, ദൈവം, ആ ദൈവപ്രവൃത്തി ദൈവം ഇറങ്ങുമ്പോൾ കാണാൻ, കേൾക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. प्रियो, मेरी ये प्रार्थना है 2021 में जीवन की संगति हमारे मध्य में प्रकट होने के लिए, प्रभु की आराधना करने के लिए, प्रभु को देखने के लिए परमेश्वर हमारे जीवनों के अंदर अवसरों को प्रदान करने पाए. ജീവന്റെ കൂട്ടായ്മ അവനെ കാണുക, അവനെ കേൾക്കുക, അവനെ തൊടുക, അതാണ് ജീവന്റെ കൂട്ടായ്മ. जीवन की संगति उसको सुनना है, उसको देखना है, उसको छूना है. എന്നാൽ ആദ്യ വചനം മുതൽ പരിശോധിച്ചു നോക്കുമ്പോൾ, लेकिन उस पहले पद से यदि आप ध्यानपूर्वक उसे पढ़ो तो ഉൽപ്പത്തി 3:8 ഒന്ന് വായിക്കാം. उत्पत्ति 3 उसका 8 हम पढ़ेंगे. हिंदी में पढ़िए प्लीज. उत्पत्ति 3 उसका 8 हम देखेंगे. तब यहोवा परमेश्वर जो दिन के ठंडे समय वाटिका में फिरता था का शब्द उनको सुनाई दिया. तब आदम और उसकी पत्नी वाटिका के वृक्षों के बीच यहोवा परमेश्वर से छिप गए. तब यहोवा परमेश्वर ने पुकार कर आदम से पूछा, तू कहां है? उसने कहा, मैं तेरा शब्द बारी में सुनकर डर गया, क्योंकि मैं नंगा था इसलिए छिप गया. ഒച്ച കേട്ടിട്ട് മനുഷ്യനും ഭാര്യയും തങ്ങളെ ദൈവം കാണാതിരിക്കാൻ മറന്നുപോകരുത്. കൂട്ടായ്മ ദൈവത്തെ കാണുന്നതാ. ആമേൻ, ആമേൻ. ഒച്ച കേട്ടിട്ട് ദൈവത്തിന്റെ കൂട്ടായ്മയുടെ ഒരു മൃദു സമീപനം അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ
ആ കൂട്ടായ്മയുടെ ഒരു സാമീപ്യം ഇറങ്ങി വന്നപ്പോൾ അവർ തങ്ങളെ കാണാതിരിപ്പാൻ വൃക്ഷങ്ങളിൽ ഒളിച്ചു. हम यहाँ देखते हैं अदन की वाटिका में जब यहोवा परमेश्वर उनके साथ में संगति करने के लिए उतर आया, यहोवा परमेश्वर की आवाज को सुनकर उस संगति से दूर परमेश्वर से छिपने के लिए आदम और हवा स्थान को ढूंढ रहे हैं. ദൈവത്തെ കാണുക, ദൈവത്തെ കേൾക്കുക, ദൈവത്തെ തൊടുക, ജീവന്റെ കൂട്ടായ്മ. എന്നാൽ ഇവിടെ കാണണ്ട, കാണാതിരിപ്പാൻ, എനിക്ക് കാണാതിരിപ്പാൻ വൃക്ഷങ്ങളുടെ പിമ്പിൽ ഒളിച്ചു. प्रियो, सहभागिता परमेश्वर को देखना है. यहां पर क्या हो रहा है? प्रभु उन्हें न देखे, इसके लिए वे अपने आप को वृक्षों के पीछे जाकर छिपा रहे हैं. എവിടെയെല്ലാം നമ്മൾ ഒളിവ് വരുത്തുന്നു, മറവ് വരുത്തുന്നു, അതിന്റെ പിമ്പിലെല്ലാം ഇരുട്ട് വ്യാപരിക്കും. आपको एक बात समझना है, जहां जहां आप बातों को छिपाते हैं, आप पर्दे के पीछे छिपने का प्रयास करते हैं, आप एक बात समझना, वहां पर अंधकार की ताकतें आपके जीवन में अपने कार्य को करना आरंभ करती है. ഒളിക്കും തോറും നമ്മുടെ ജീവിതത്തിലേക്ക് ഇരുട്ടിന് സ്വാധീനം വരും. जितना आप अपने आप को दूर ले जाओगे, जितना अधिक आप छिपाओगे, उतना अधिक अंधकार का कार्य आपके जीवनों में प्रकट होगा. ഈ ദിവസങ്ങളിൽ കൂട്ടായ്മയുടെ വെളിച്ചത്തിലേക്ക് വരട്ടെ. इन दिनों में संगति के उस प्रादुर्भाव में, उस प्रकाश में मैं और आप कदम को रखें. സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പോകട്ടെ. എഫേസ്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. इफिसियों की पत्री में से एक पद को मैं पढ़ना चाहूंगा. അവിടെ 3-ാം അധ്യായം, എഫേസ്യ ലേഖനം 3-ാം അധ്യായം, और इफिसियों की पत्री उसका 3रा अध्याय, അതിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വെളിച്ചത്തിനകത്തൊരു കൂട്ടവകാശമുണ്ട്. और उसके 5 और 6 के अंदर हम देखते हैं कि प्रकाश के अंदर हमारी एक भागीदारी है. ആമീൻ. ഒരു ഏക ശരീരത്വമുണ്ട്. और उसका एक शरीर का हम भाग बनना है. വാഗ്ദത്തത്തിന്റെ പങ്കാളിത്തമുണ്ട്. और उस वाचा में भागीदारी है. അവിടെ ആ ലൈറ്റ് ഓഫ് ഗ്ലോറിക്കകത്ത് നമുക്ക് ഒത്തിരി റൈസും പ്രൊവൈഡിങ്സും ഉണ്ട്. और वहां पर जो यीशु मसीह के द्वारा जो ज्योति उस जीवन में प्रकट होती है, वहां पर कई मीरास है और कई हक मेरा और आपका वहां पड़ा हुआ है. അവിടെ യേശുവിൽ കൂട്ടവകാശിയാണ് നമ്മൾ. वहां पर यीशु मसीह में हम मीरास में साझेदार है. അവൻ ഏക ശരീരത്തിലാണ് നമ്മൾ. हम एक ही देह के भाग है. വാഗ്ദത്തത്തിന്റെ പങ്കാളിത്തം നമുക്കുണ്ട്. और प्रतिज्ञा के भागीदार है मैं और आप. ഇത് കേവലം ഒരു ഭൗമിക ലോകത്തിലെ ഒരാളുമായിട്ടല്ല, വാഴ്ത്തപ്പെട്ട കർത്താവുമായിട്ട് ഒരു ശാരീരിക ബന്ധം, ഏക ശരീരത്വം മർമ്മയികമായിട്ട് നമുക്കുണ്ട്. കൂട്ടവകാശമുണ്ട്, പങ്കാളിത്തമുണ്ട്. केवल संसार में लोगों के मिलने की बात यहां पे नहीं हो रही है. यीशु मसीह के साथ में एक साझेदारी, एक भागीदारी, एक हक, एक मीरास मेरे और आपके पास में है. यहां पर यह प्रकट होता है. ജീവന്റെ കൂട്ടായ്മയ്ക്കകത്തു നിന്ന് ആമീൻ അവിടെ ആദമും ഹൗവയും പറയുകയാണ്, ഞങ്ങളെ കാണണ്ട. और जीवन के उस सहभागिता के अंदर प्रवेश न कर कर आदम और हवा कहते हमें कोई देखने न पाए, हमें छिपना है. തങ്ങളെ കാണാതിരിപ്പാൻ വൃക്ഷത്തിന്റെ പിമ്പിൽ ഒളിച്ചു. और उन्हें कोई देख न पाए, इस प्रकार से वे वृक्ष के पीछे जाकर छिप गए. പരാജയം നമ്മളെ ഒളിപ്പിക്കും. और कई ऐसी बातें हमें छिपाएगी, कई बहाने हमें छिपाते हैं. പരാജയം നമ്മളെ ഉൾവലിക്കും. और पराजय कई बार हमें पीछे की ओर खींच देता है. ആമീൻ. പരാജയം നമ്മുടെ കൂട്ടായ്മയുടെ സന്തോഷത്തിൽ നിന്നും അനുഗ്രഹത്തിൽ നിന്നും അവകാശത്തിൽ നിന്നും നമ്മളെ പുറകോട്ട് പിടിക്കും. और पराजय हमें संगति के आनंद से, संगति के हक से हमें पीछे की ओर ले जाता है. ചിലർ ചോദിക്കും, ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താ? कुछ लोग पूछेंगे ऐसा करने से क्या होगा? ഞങ്ങൾക്ക് മറുപടിയില്ല. हमारे पास में उसका उत्तर नहीं. പക്ഷെ അറിയാതെ നിങ്ങൾ ആ അവകാശത്തിൽ നിന്നും കൂട്ടായ്മ ബന്ധത്തിന്റെ സന്തോഷത്തിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകും. लेकिन जब आप दूर जाने लगते हैं, आप उस सहभागिता के आनंद को खो देते हैं, उस रिश्ते को आप कमजोर कर देते हैं और आप उससे दूर चले जाते हैं. ദൈവത്തെ കാണുക. परमेश्वर को देखिए. നമ്മൾ ഇട്ടിരിക്കുന്ന വേഷത്തെക്കാൾ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആ ദൈവത്തെ കാണുക, അനുഭവിക്കുക, കേൾക്കുക. हमने जो वस्त्र पहना है उससे भी करीबी में हमारा परमेश्वर है, उसे अनुभव कीजिए, उसकी सुनिए. ഈ കൂട്ടായ്മയിൽ നിന്ന് ഓടി ഒളിക്കരുത്.
और इस सहभागिता से हमें भागना नहीं है, ഈ കൂട്ടായ്മയിൽ നിങ്ങളെ ദൈവം കാണട്ടെ. और इस सहभागिता में परमेश्वर आपको देखने पाए, അവനെ കാണുന്നത്, കേൾക്കുന്നത്, തൊടുന്നത് ജീവന്റെ കൂട്ടായ്മ. और उसको देखना, उसको स्पर्श करना, उसकी सुनना जीवन की सहभागिता है. ഇവിടെ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയും തങ്ങളെ കാണാതിരിപ്പാൻ അവർ വൃക്ഷത്തിന്റെ പിമ്പിൽ ഒളിച്ചു. और उत्पत्ति में हम देखते हैं उन्होंने अपने आप को पेड़ों के पीछे छिपाया ताकि उन्हें कोई देख न सके, കാണാതിരിപ്പാൻ. उन्हें देख न सके. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. ഇന്ന് പകൽ ഞാൻ ഒന്ന് ശാന്തമായിട്ട് പറഞ്ഞോട്ടെ. आज शांत होकर मैं कहना चाहूं, ഈ നല്ല കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിന്നെ കുറിച്ച്. प्रियो, इस अच्छी संगति के साथ, संगति में से प्रभु नहीं चाहता कि आप उस संगति को छोड़कर चले जाएं. കർത്താവ് പിന്നെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുക. परमेश्वर तुझे उस संगति में, उस सहभागिता में, अपनी निकटता में तुझे बुलाना चाहता है. പരാജയം സംഭവിച്ചാൽ പ്രായശ്ചിത്തമായിട്ട് യേശു സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയുണ്ട്. और पराजय हो जाए तो मेरे लिए और आपके लिए प्रायश्चित के रूप में यीशु मसीह स्वर्ग में है. വീണ്ടും ഈ കൂട്ടായ്മയുടെ സന്തോഷത്തിലേക്ക്, നിങ്ങളുടെ സന്തോഷം ഈ കൂട്ടായ്മയിൽ ഒരു സെലിബ്രേഷനായി മാറേണ്ടതിന്, ഒരു ആഘോഷമായി ക്രിസ്തീയ ജീവിതം മാറേണ്ടതിന് വീണ്ടും ദൈവം നമ്മളെ മടക്കി. प्रभु हमें लौटाना चाहता है, हमें पुनः अपनी ओर खींचना चाहता है, ताकि उस संगति के आनंद को जो हमने खो दिया था, इन दिनों में उस आनंद को हम वापस अनुभव कर सके. പരാജയത്തെ നോക്കി നിൽക്കാതെ, पराजय को देखकर अब तू खड़ा मत रह. അയ്യോ ഇതിൽ നിന്ന് ഒളിച്ചു നിൽക്കാതെ, अब उसमें तू अपने आप को छिपाने का प्रयास न कर. ദൈവ സന്നിധിയിലേക്ക് തുറന്ന് കൊടുത്തുകൊണ്ട് വീണ്ടും ചേർന്നു വാ. परमेश्वर की करीबी में खुलेपन के साथ में तू कदम बढ़ा. ഈ 2021 നീ ചിലത് കാണുകയും കേൾക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഒരു ദൈവപ്രവൃത്തി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. 2021 में आप कुछ बातों को देखने के लिए, कुछ बातों को सुनने के लिए ईश्वरीय कार्य योजनाएं आपके लिए खुली हुई है. आप विश्वास कीजिए. ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി ദൈവം തുറന്നു വെച്ചിരിക്കുന്നു. ചേർന്ന് വന്ന് അത് കാണാൻ, കേൾക്കാൻ ദൈവം വിളിക്കുകയാണ്. और परमेश्वर ने अपने कार्य को आपके लिए, आपके परिवार के लिए खोल के रखा है, और वो आपको आमंत्रित कर रहा है, मेरे करीबी में आ और उसे देख, उसे चख, उसे अनुभव कर. മാറി നിൽക്കാനല്ല ദൈവത്തിന് നമ്മുടെ മേലുള്ള പദ്ധതി. दूर खड़े रहना प्रभु की योजना में नहीं है, वो आपको करीबी में बुलाता है. മറഞ്ഞു നിൽക്കാനല്ല ദൈവത്തിന്റെ പദ്ധതി. प्रियो, छिप कर रहना, गुमनामी में रहना परमेश्वर की योजना नहीं है. മാറി നിൽക്കാനല്ല ദൈവത്തിന്റെ പദ്ധതി. दूर हटकर खड़ा रहना प्रभु की योजना में नहीं है. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഈ പകൽ പരിശുദ്ധാത്മാവ് ചിലരെ ആമേൻ സ്പർശിക്കുന്നുണ്ട്. മടങ്ങി വാ, എന്റെ യേശു നിന്നെ സ്നേഹിക്കുന്നു. परमेश्वर के करीब आने के लिए परमेश्वर कुछ लोगों को बुला रहा है. तू लौटा, ऐसा प्रभु कह रहा है. ഒരു 2 സെക്കൻഡ് ആത്മാവിൽ ഒന്ന് ചേർന്ന് വന്ന് ദൈവത്തെ സ്തുതിക്കാം. और आत्मा में, अन्य भाषा में सभी लोग प्रार्थना करना आरंभ करें. हमारे दिलों को पवित्र आत्मा एक करने पाए, हमारे मनों को पवित्र आत्मा जोड़ने पाए. ഇവിടെ ദൈവം ചിലതിനെ തിരിക്കുന്നു. परमेश्वर कुछ बातों को बोल रहा है. अपने अपने घरों में, अपने अपने स्थानों में सभी लोग ऊंची आवाज में आत्मा में, अन्य भाषा में आराधना करना आरंभ कीजिए. पवित्र आत्मा हमें लौटाने पाए, पवित्र आत्मा हमें छिपने हुए स्थान से हमें बाहर निकालने पाए. ദൈവം ചില വൃക്ഷങ്ങളെ പൊളിക്കുന്നു. परमेश्वर जहां पर आप छिप कर बैठे हैं, उन आवरणों को पवित्र आत्मा द्वारा तोड़ रहा है, आपको बाहर निकाल रहा है. ദുരഭിമാനങ്ങൾ മാറട്ടെ. आपके अंदर का झूठा घमंड गिरने पाए. സ്വയം നീതീകരണം മാറട്ടെ. आप अपने आप को धर्मी ठहराने की प्रवृत्ति टूटने पाए. ഓടി ഒളിക്കാനുള്ള മനോഭാവം മാറട്ടെ. भाग कर छिपने की मानसिकता से आप बाहर निकलने पाए. ഒരല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. सभी लोग आत्मा में आराधना करना आरंभ कीजिए, प्रभु की स्तुति करना आरंभ कीजिए. അടങ്ങായി പോയിട്ട് കാര്യമില്ല ദൈവമക്കളെ. प्रियो, एक औपचारिकता निभाकर जाने से कोई मतलब नहीं है. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലത് ക്രിയ ചെയ്യുന്നു. पवित्र आत्मा कुछ नया कार्य आज कर रहा है. പെന്തക്കോസ്തുകാർ
സാധാരണ പാപം വാക്കിലും പ്രവൃത്തിയിലുമല്ല, മനോഭാവത്തിലും ചിന്താഗതിയിലുമാണ്. एक पिंतकुस्त व्यक्ति की जो पाप है उसके जीवन के अंदर नहीं, उसके जीवन शैली में शायद नहीं होगा, लेकिन उसके मन के अंदर जो विचार है, अंदर जो स्वभाव है, वहां पर वो पाप में फंस जाता है. അവന്റെ ആറ്റിറ്റ്യൂഡിലും ഡിസയറിലുമാണ് മാറ്റം വരേണ്ടത്. और उसके व्यवहार में और मन के इच्छाओं के अंदर एक बदलाव आना जरूरी है. ആമീൻ. അവൻ പാപപ്രവൃത്തിയിലും പാപത്തിന്റെ വാക്കുകളിലുമല്ല കുടുങ്ങിക്കിടക്കുന്നത്, മനോഭാവത്തിനകത്തും ചിന്താഗതിയിലും കുടുങ്ങിക്കിടക്കുന്ന ചിലതിനെ, തെറ്റായ ചിന്തകളുടെ വൃക്ഷങ്ങളുടെ പിമ്പിൽ ഒളിച്ചിരിക്കുന്ന ചിലതിനെ യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരാൻ കൽപ്പിക്കുന്നു. बाहरी सांसारिक पापों में नहीं, लेकिन हमारी विचारधाराओं में, हमारी सोच के अंदर हमने कई जगहों में प्रभु को सीमित कर दिया, कई जगहों में हम छिप कर खड़े हो गए. उन पाप के आवरणों से पवित्र आत्मा आज सुबह के समय मुझे और आपको बाहर निकालना चाहता है, और वह कह रहा है तू लौटा. എത്ര പേര് ആഗ്രഹിക്കുന്നു ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത ഒരല്പസമയം സ്വോത്രത്തോടെ കരങ്ങളെ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? कितने लोग आज सुबह अपने आप को सौंपने के लिए तैयार है? कितने लोग ताली बजाकर प्रभु के सम्मुख स्वीकारने को तैयार है? प्रभु मैं लौटाना चाहता हूं, जहां जहां मैं छिपा हूं उन आवरणों से बाहर निकलकर तेरी करीबी में, मैं करीबी में आना चाहता हूं. വെളിച്ചം ഉണ്ടാകട്ടെ. हो एक बदलाव आने पर, ദൈവം ചിലതിനെ മടക്കി തരട്ടെ. परमेश्वर का आनंद लौटाने पर, വെളിച്ചത്തിലേക്ക് മടങ്ങി വാ. उस ज्योति में वापस आओ. കൂട്ടായ്മക്കാരുടെ ആകത്തെ ആഴമുള്ള സന്തോഷത്തിലേക്ക് മടങ്ങി വരുവാൻ, और उस संगति के करीब, उस संगति की करीबी में, जीवन के संगति में लौट आने के लिए प्रभु आपको बुलाता है. പരാജയത്തിന്റെ കുറ്റബോധത്തിനകത്തുനിന്ന് മടങ്ങി വാ. पराजय की आत्मग्लानि के अंदर से तू बाहर निकल. പാടാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, സ്തുതിക്കാൻ കഴിയാതെ ഇരിക്കുന്ന പാപത്തിന്റെ കുറ്റബോധത്തിന്റെ കെട്ടുകളും വൃക്ഷങ്ങളും ഇന്ന് പകൽ തീ കൊണ്ട് തൊടട്ടെ. और कई बार तू पाप के उस आत्मग्लानि के कारण तू प्रार्थना नहीं कर पा रहा, वचन नहीं पढ़ पा रहा, गीत नहीं गा पा रहा. आज उस आत्मग्लानि के अंदर से तू बाहर निकलने पाए. പാപത്തിന്റെ പരാജയത്തെക്കാൾ വലുതാണ് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. അവൻ പ്രായച്ചിത്തമായെങ്കിൽ ഇന്ന് പകൽ നീ സ്വതന്ത്രമാകും. प्रिय हो, पाप की पराजय से कहीं बढ़कर सामर्थ्य है. यीशु के द्वारा जो विजय मुझे और आपको मिली हुई है, वह हमारे लिए प्रायश्चित बन गया. उसके कारण आज सुबह मैं और आप स्वतंत्र हो जाने पाए, मैं और आप आजाद हो जाने पाए. ആത്മ സ്വാതന്ത്ര്യത്തിലേക്കും ആത്മ സന്തോഷത്തിലേക്കും ജനം മടങ്ങി വരട്ടെ. और आत्मा में लोग आजाद होने पाए, उस आनंद के अतिरेक में लोग पुनः आगे बढ़ने पाए. ആ മടങ്ങി വന്നവൻ ഈ ആരാധന, ഈ കൂട്ടായ്മ ഒരു സെലിബ്രേഷനാ, ഒരു ഉത്സവമായി ഇന്ന് പകൽ. और उस प्रकार से जब लौट आता है, उसके लिए आराधना एक उत्सव हो जाता है, एक जय का उत्सव हो जाता है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. നമ്മുടെ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യാം. अपने हाथों को उठा के प्रभु की स्तुति कीजिए. അവർ തങ്ങളെ കാണാതിരിക്കാൻ വൃക്ഷത്തിന്റെ പിമ്പിൽ ഒളിച്ചു. और वे पेड़ के पीछे छिपे कि कोई उन्हें न देखे. ഇതുപോലെ ഒളിച്ച ഒരു വ്യക്തിയെ നമുക്ക് വീണ്ടും ശമൂവേലിന്റെ പുസ്തകത്തിൽ കാണാൻ പറ്റും. शमूएल की पुस्तक में एक दूसरे व्यक्ति को हम देखते हैं, वो भी छिपने का प्रयास करता है. അവന്റെ മേലൊരു വിളി ഉണ്ടായിരുന്നു, ന്യായാധിപനായിട്ട്. उसके जीवन में एक बुलाहट थी न्यायी बनने के लिए. ഒരു 5 മിനിറ്റ് കൂടെ എനിക്ക് സമയമുണ്ടോ സന്തോഷ് പാസ്റ്റർ? We have got time. 5 മിനിറ്റ് കൂടെ. Continue. ഓക്കെ. അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്നു എന്നാ ശൗലിനെ കുറിച്ച് പറയുന്നു. और शाऊल के बारे में हम वचन में इस प्रकार से पाते हैं कि वह सामान के बीच में, वस्तुओं के बीच में जाकर छिप कर बैठ गया. അത് 1 ശമൂവേൽ 10:22 കാണാം. ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് എടുക്കാൻ നമുക്ക് നിർവാഹമില്ല. पहला शमूएल 10वें अध्याय के अंदर आप देख सकते हैं, जब शाऊल के ऊपर बुलाहट आती है, शाऊल जाकर छिप कर बैठ जाता है. എന്നാൽ 1 ശമൂവേൽ 8:4 തൊട്ട് 7 വരെയുള്ള ഭാഗം ഒന്ന് വായിക്കണം. लेकिन पहला शमूएल उसके 8वें अध्याय के अंदर यदि हम देखें, അതിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യം 8 का 4 से लेकर 7, तब सब इस्राएली വായിച്ചാൽ മതി. 5-ാം വാക്യം വായിച്ചാട്ടെ. 5-ാം വാക്യം. 5वां पद देखेंगे. उससे कहने लगे, सुन, तू तो अब बूढ़ा हो गया और तेरे पुत्र तेरी राह पर नहीं चलते. अब हम पर न्याय करने के लिए सब जातियों की रीति के अनुसार हमारे लिए एक राजा नियुक्त कर दे. അതിന്റെ ആ 7-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. और यहोवा ने शमूएल से कहा, वे लोग जो कुछ तुझसे कहे उसे मान ले, क्योंकि उन्होंने तुझको नहीं परंतु मुझी को निकम्मा जाना है कि मैं उनका राजा ना रहूं.
ദൈവത്തെ കാണുന്നത്, ദൈവത്തെ കേൾക്കുന്നത്, ദൈവത്തെ തൊടുന്നത്, കൂടെ ഇരിക്കുന്നത് കൂട്ടായ്മയാ, ജീവന്റെ കൂട്ടായ്മ. परमेश्वर की सुनना, परमेश्वर को देखना, परमेश्वर को छूना जीवन की सहभागिता है. ആദ്യം അവർ പറഞ്ഞു, ഉൽപ്പത്തിയിൽ ആദമും ഹവ്വയും പറഞ്ഞു ഞങ്ങൾക്ക് ദൈവത്തെ കാണണ്ട. और उत्पत्ति में हम देखते हैं लोगों ने, आदम और हव्वा ने कहा हमें परमेश्वर को नहीं देखना है. ഇവിടെ അവർ പറയാ ദൈവം ഞങ്ങളെ ഭരിക്കണ്ട. और यहां पर वे कहते हैं कि परमेश्वर हम पर प्रभुता न करने पाए. ആ വേദഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. और इन पदों को 8वें अध्याय को आप ध्यान पूर्वक पढ़ के देखना. 8:4 മുതൽ 7 വരെയുള്ള ഭാഗം വീട്ടിൽ വെച്ച് പിന്നീട് വായിച്ചു നോക്കുക. और 8वां अध्याय 4 से 7 आप विस्तार से पढ़कर समझना. അവിടെ ഒരു പ്രത്യേക നിലയിലുള്ള പെക്യൂലിയർ വേയിൽ, ഒരു പെക്യൂലിയർ കോളിൽ ശൗമേലിനെ വിളിച്ച് ജനത്തെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. और शमूएल के जीवन में अलग प्रकार की एक बुलाहट डाल करके अलग तरीके से इन लोगों की अगुवाई प्रभु कर रहा था. ഈ പ്രത്യേക നിലയിൽ ശൗമേലിന്റെ നേതൃത്വത്തിൽ ജനത്തെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുക, ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. और अलग ही रीति से, अलग ही अंदाज में परमेश्वर शमूएल के नेतृत्व में इन लोगों को आगे लिए चल रहा था. പക്ഷെ ഇപ്പോൾ ഈ ജനത്തിന്റെ ഇടയിൽ ഒരു ഒരുമിച്ച് കൂടി ഒരു കൺഫ്യൂഷൻ. लेकिन अब इन लोगों के बीच में एक उलझन, एक संदेह उत्पन्न हो गया. എല്ലാ ജാതിക്കും ഉള്ള പോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. अन्य लोगों के जीव पास में जैसे एक राजा होता है, वैसे ही हमारे पास में भी एक राजा होना चाहिए. അവർ പറയുന്നു, ആമീൻ, ദൈവം അവരെ നേരിട്ട് ശൗമേലിലൂടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് ഇതുപോരാ, മറ്റു ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. और वे जब परमेश्वर शमूएल के द्वारा न्यायी के रूप में इजराइलियों की अगुवाई कर रहा था, लोग कहने लगे, प्रजा कहने लगे, अन्य राज्यों के जैसे राजा होता है वैसा हमारे ऊपर भी एक राजा नियुक्त करके तू दे दे. इस प्रकार से वे कहने लगे. അവിടെ ദൈവം ശൗമേലിനോട് പറയുന്നൊരു വാക്കാണ് അവിടെ നമ്മൾ 7ന്റെ അവസാനം വായിച്ചത്. और वहां पर परमेश्वर शमूएल से कहता है, 7वें पद के आखिरी भाग में हमने देखा, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം അവർ നിന്നെ അല്ല എന്നെ അത്രേ ത്യജിച്ചത്. क्योंकि उन्होंने तुझको नहीं परंतु मुझी को निकम्मा जाना है कि मैं उनका राजा न रहूं. ശൗമേലെ, നിന്നെ അല്ല, നിന്നിലൂടെ ഭരിച്ചുകൊണ്ടിരുന്ന എന്നെയാണ് അവർ ത്യജിച്ചത്. शमूएल तुझे नहीं, लेकिन तेरे द्वारा न्याय चलाने वाले मुझको उन्होंने निकम्मा जाना है. അവിടുന്ന് തിയോക്രസിക്കകത്തുനിന്ന് ഡെമോക്രസിയിലോട്ട് ഒരു വലിയ മാറ്റം വരികയാണ്. और राजतंत्र से प्रजातंत्र की ओर एक बड़ा बदलाव वहां पर आ रहा है. ജനം പറയാ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഒരു രാജാവിനെ. और लोग कह रहे हैं जैसे अन्य देशों के राजा होते हैं वैसे ही हमारे ऊपर भी एक राजा को नियुक्त करके दे. ഇന്ന് പകൽ കൂട്ടായ്മ ജീവനുള്ളതാകണമെങ്കിൽ ലോകത്തിന് അനുരൂപമായിട്ട് പോയാൽ സാധിക്കത്തില്ല. प्रियो, आज हमारे जीवन के अंदर, हमारी संगति में परमेश्वर का जीवन प्रकट होना है तो संसार में जो हो रहा है वैसे करने से नहीं होगा. ആരൊക്കെയോ കൂട്ടായ്മയുടെ അകത്തുനിന്ന് ആഴങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത് ലോകക്കാരെ പോലെ ആകണമെന്നോർത്ത് പോകുന്നത് കൊണ്ടാ. और बहुत तेरे लोग उस ईश्वरीय संगति से दूर इसलिए चले जाते हैं क्योंकि संसार में जो लोग प्रशंसा, संसार में जो लोग कर रहे हैं उस प्रकार की नाम शोहरत के लिए वे प्रभु की संगति से दूर अपने तरीके से चीजों को करने चले जाते हैं. അവനുള്ളതുപോലൊക്കെ എനിക്കും വേണമെന്നുള്ള ചിന്തയാണ് കൂട്ടായ്മയുടെ സന്തോഷം നിന്റെ അകത്തു നിന്ന് മാറ്റിയത്. अन्य लोगों के पास में जो है वो मुझे भी चाहिए, वह लालच और वह लोभ और वह प्रलोभन आपको उस संगति के आनंद से दूर लिए जाता है. ദൈവ പൈതലേ, ദൈവം നിന്നെ നടത്തുന്നത് വ്യത്യസ്തമായത് ചിലത് കാണാനും കേൾക്കാനും അനുഭവിക്കുവാനുമാണ്. प्रियो, परमेश्वर का आत्मा आपको अलग तरीके से ले जाता है क्योंकि उस ईश्वरीय बातों को आप देख सके, आप अनुभव कर सके, करीबी से आप उसका आनंद उठा सके. അവിടെ അവർ പറഞ്ഞു ദൈവം ഞങ്ങളെ ഭരിക്കണ്ട. और वहां पर उन्होंने कहा परमेश्वर हम पर राज्य न करने पाए. റൂൾ ഓവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടെ വാഴുക എന്നാണ്. और राज्य करना का मतलब है साथ में प्रभुता करना, കൂടെ വസിക്കുക എന്നാണ്. साथ में निवास करना, കൂടെ ആയിരിക്കുക എന്നാണ്. साथ में रहना, ഒന്നിച്ചായിരിക്കുക എന്നാണ്.
एक साथ रहना है उसका अर्थ, ഒന്നായിരിക്കുക എന്നാണ്. एक बने रहना है उसका अर्थ। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। അവര് പറഞ്ഞു ഞങ്ങളെ കാണണ്ട. अन्य लोगों ने बोला हमें न देखे। അവൻ ഉൽപ്പത്തിയിൽ ആ കൂട്ടായ്മ എന്ന് പറയുന്ന അവനെ കാണുന്നത്, കേൾക്കുന്നത്, തൊടുന്നത്. പക്ഷെ ഉൽപ്പത്തിയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കാണണ്ട. और संगति का मतलब उसकी सुनना, उसको देखना, उसको छूना है। उत्पत्ति में उन्होंने बोला हमें देखना मत। ആമേൻ. ഇവിടെ സൗമ്യന്റെ പുസ്തകത്തിൽ പറഞ്ഞു അവർ ദൈവം ഞങ്ങളെ ഭരിക്കണ്ട. और शमूएल की पुस्तक में लोग कह रहे कि प्रभु हम पर प्रभुता न करने पाए। ഞാൻ അവസാനത്തെ ഒരു വാക്യം കൂടെ വായിച്ച് വേഗത്തിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. एक पद और पढ़कर मैं प्रार्थना करना चाहूंगा। പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ. निर्गमन उसका 20वां अध्याय और 18-19वां पद। അതിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, മോശെ നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഇടിമുഴക്കവും മിന്നലും ആമേൻ കാഹളധ്വനിയും പർവ്വതം പുകയുന്നതൊന്നും ഞങ്ങൾക്ക് അതുകൊണ്ട് വിറച്ചിട്ട് അവർ പറഞ്ഞു, നീ ഞങ്ങളോട് സംസാരിക്കാ, കേട്ടുകൊള്ളാം, ഞങ്ങൾ മരിക്കാതെ ഇരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ. निर्गमन 20वां अध्याय उसका 18 और 19। सब लोग गर्जन और बिजली और नरसिंगे के शब्द सुनते और धुआं उठते हुए पर्वत को देखते रहे और देख के काम कर दूर खड़े हो गए। और वे मूसा से कहने लगे तू ही हमसे बातें कर, तब तो हम सुन सकेंगे, परंतु परमेश्वर हमसे बातें न करे, ऐसा न हो कि हम मर जाएं। ദൈവം ഞങ്ങളോട് സംസാരിക്കല്ലേ, परमेश्वर हमसे बातें न करे, ഞങ്ങൾക്ക് അവനെ കേൾക്കണ്ട, हमें उसकी बात नहीं सुनना, ഞങ്ങൾക്ക് അവനെ കേൾക്കണ്ട. हमें उसकी बात नहीं सुनना, ബാത്തല്ല, അവനെ കേൾക്കണ്ട. हमें उसको नहीं सुनना। ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അവനെ കാണുക, കേൾക്കുക, അവനെ തൊടുക, ജീവന്റെ കൂട്ടായ്മ. प्रियो उसे देखना, उसकी सुनना और उसको छूना है जीवन की संगति। ആമേൻ. ഉൽപ്പത്തിയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അവനെ കാണണ്ട. उत्पत्ति में उन्होंने कहा हमें उससे नहीं देखना। ആമേൻ. ആമേൻ ആമേൻ ശമൂവേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞു അവൻ ഞങ്ങളെ ഭരിക്കണ്ട, കൂടെ ആയിരിക്കണ്ട. और शमूएल की पुस्तक में कहा वो हमारे ऊपर प्रभुता न करने पाए, हमारे संग न रहने पाए। ശമൂവേലേ, ഞങ്ങൾക്ക് നിന്നെ വേണ്ട, ഞങ്ങൾക്ക് മറ്റുള്ള ജാതികളെ പോലെ ഒരു രാജാവിനെ വേണം. शमूएल हमें तेरी जरूरत नहीं, हमें अन्य लोगों के समान एक राजा चाहिए। ദൈവം അവനോട് പറഞ്ഞു, അവൻ ശമൂവേലേ നിന്നെയല്ല എന്നെയാണ് ത്യജിച്ചത്. परमेश्वर ने शमूएल से कहा शमूएल लोगों ने तुझे नहीं लेकिन मुझे निकम्मा ठहराया है। അതുകൊണ്ട് എന്താ പറ്റിയത്? ന്യായാധിപനും ദൈവം പെക്കൂലിയർ വേയിൽ ഭരിച്ചുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് കിങ്ഷിപ്പിലേക്ക്, ആ കിങ്ഡത്തിന്റെ രാജകീയ ഭരണത്തിലേക്ക് വന്നപ്പോൾ റൂൾസ് ആൻഡ് ലോസ് വന്നു. ജനം 2.5 ഗോത്രം വേറെ, 10 ഗോത്രം വേറെ, എല്ലാം റൂളും റൈറ്റ്സും റെഗുലേഷൻസുമായി പോയി. और हम देखते हैं न्यायियों के अधीनता में जब परमेश्वर अपने लोगों को चला रहा था, लेकिन लोगों ने मांग किया, अन्य देशों के समान राजा को चाहा। परिणाम स्वरूप क्या हुआ? वहां पे राज्य तंत्र आ गया, वहां पर प्रजातंत्र बन गया, लोग अपनी मनमानी करने लग गए, देश विभाजित हो गया और कई प्रकार की नियमावलियों के अंदर उनका जीवन तब्दील हो गया। ഈ 2021 ദൈവം നിന്നെ ഭരിക്കട്ടെ, ദൈവം നിന്നെ തൊടട്ടെ, ദൈവം നിന്റെ കൂടെ ഇരിക്കട്ടെ. അത് ഏറ്റവും വലിയ അനുഗ്രഹം. 2021 में परमेश्वर आप पर प्रभुता करने पाए, परमेश्वर आपके संग रहने पाए, परमेश्वर आपको आगे लिए चलने पाए। ഇവിടെ പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു ഇടിമുഴക്കവും മിന്നലും പർവ്വതം പുകയുന്നതും കാഹളധ്വനിയും കേട്ടപ്പോ പറഞ്ഞു ഞങ്ങൾ മരിക്കാതെ ഇരിക്കേണ്ടതിന് ഞങ്ങളോട് ഇനി സംസാരിക്കണ്ട, ഞങ്ങൾക്ക് കേൾക്കണ്ട. और निर्गमन की पुस्तक में जब बिजली को देखा, बादल को देखा, गर्जना को सुना, लोगों ने कहा हमें तेरी आवाज को नहीं सुनना है, हम मरे नहीं, इसलिए तू हमसे बातें मत कर। ഞാൻ ചോദിക്കുന്നത് ഇവരിൽ ആരെങ്കിലും ഒരാളെങ്കിലും മരിച്ചായിരുന്നോ? मैं आपसे एक सवाल पूछूं, क्या इनमें से एक भी मरा था उस समय? ഇതാണ് നോളജ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന നെഗറ്റീവ് ഇമ്പാക്ട്. और कई बार जो ज्ञान है हमारे अंदर एक नकारात्मकता को लेकर आता है, നമ്മുടെ ചിന്താഗതിയിൽ തെറ്റുപറ്റുന്നത് ഇവിടെയാണ്. और हमारी सोच में हम गड़बड़ी में आ जाते हैं। ചിലരുടെ എവിടെയൊക്കെയോ ചിന്തക്കകത്ത് കിടക്ക, കൂട്ടായ്മയുടെ ആഴങ്ങളിൽ പോയാൽ നമ്മൾ എന്തൊക്കെയോ നഷ്ടം സംഭവിക്കുമെന്ന് ചിന്താഗതി കിടക്കുകയാണ്. और कुछ लोग इस प्रकार के गलत फहमी में है कि संगति की गहराई में हम जाएंगे तो हमारे जीवन में हम कुछ बातों को खो देंगे, ऐसी विचारधारा में कई लोग हैं। ഒത്തിരി ആഴമേറിയ പ്രാർത്ഥനയും ആരാധനയും സുവിശേഷ വിലയൊക്കെ ഭയപ്പെടുന്ന ഒത്തിരി എണ്ണം ഇതിന്റെ നടുവിലുണ്ട്.
और बहुत तेरे लोग हैं जो आज डर रहे हैं अधिक प्रार्थना से, आत्मा की गहराइयों से, परमेश्वर की करीबी से डरने वाले बहुत तेरे लोग यहाँ हैं, പക്ഷെ ഒരുത്തർ പോലും അവിടെ മരിച്ചില്ലല്ലോ. लेकिन वहां पर कोई नहीं मरा. കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും തീ കത്തുന്നതും ഒക്കെ കണ്ടിട്ടും ഈ ശബ്ദം കേട്ടിട്ടും ആരും മരിച്ചില്ലല്ലോ. और उन्होंने बादल को देखा, गर्जना को देखा, ये आवाज सुना, लेकिन कोई मरा नहीं. എവിടുന്ന് കിട്ടി തിങ്കിങ്ങും തോട്ടും? और यह सोच विचार कहां से आया ഞങ്ങൾ മരിക്കാതെ ഇരിക്കേണ്ടത് ഞങ്ങളോട് സംസാരിക്കൽ ഞങ്ങൾക്ക് കേൾക്കണ്ട. कि हम नहीं मरे इसलिए तू हमसे बात मत कर, ऐसा उन्होंने बोला. പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് പോയ തകർച്ച വരുമെന്ന് നിന്നോട് ഏത് പൈശാചിക മണ്ഡലമോ ഉപദേശിച്ചത്? प्रार्थना में अधिक समय तू बिताएगा तो तेरे जीवन में तू समस्या में फंस जाएगा. किसने तुझे सिखाया यह? ആരാധനയുടെ ആഴങ്ങളിൽ പോയ തകർച്ച വരുമെന്ന് ഏത് പൈശാചിക മണ്ഡലമോ നിനക്ക് ഉപദേശിച്ചു തന്നത്? आराधना की गहराई में जब तू जाएगा तेरे जीवन में तू समस्या में फंस जाएगा. किसने तुझे बताया यह? അല്പം ആത്മീയമൊക്കെ മതി, ഒത്തിരി ആത്മീയത്തിലോട്ട് പോയ പലതും തകരുമെന്നുള്ള ചിന്താഗതി നിങ്ങളുടെ അകത്തിട്ട പൈശാചിക മണ്ഡലം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. और बहुत तेरे बार हम सोचते कि थोड़ा बहुत चल जाएगा, कलीसिया में आना जाने से हमारा काम हो जाएगा, लेकिन आत्मा में मैं कहना चाहूंगा इस गलत विचार को पवित्र आत्मा आज आपके मनों से तोड़ने पाए. ആത്മാവിന്റെ ആഴങ്ങളിൽ പോയ പരാജയം സംഭവിക്കുമെന്നുള്ള തെറ്റായ ചിന്താഗതി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. आत्मा की गहराई में जब आप जाओगे आपके जीवन में पराजय आ जाएगा. ऐसी गलत सोच आज यीशु के नाम से आपके जीवनों से टूटने पाए. ഞങ്ങൾ മരിക്കാതെ ഇരിക്കേണ്ടതിന് ഞങ്ങളോട് ദൈവം നേരിട്ട് സംസാരിക്കല്ലേ. മോശ സംസാരിച്ചാ മതി. ആരും അവിടെ മരിച്ചില്ല. ആമീൻ പ്രൈസ്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് കേൾക്കണ്ട. लोग कह रहे कि हम मर जाएंगे यदि प्रभु हमसे बात करे, इसलिए हम मूसा की बात को सुन लेंगे, लेकिन वहां पर कोई भी मरा नहीं था. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു ഈ 2021 നമ്മളെ ദൈവം കൂട്ടായ്മയുടെ ആഴത്തിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണ്. पवित्र आत्मा 2021 में सहभागिता की गहराई में हमें लिए चलना चाहता है. ക്രൂശിൽ അവൻ മരിച്ചതിന്റെ ഒരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹത്തിന്റെ കൂട്ടായ്മയാ മുമ്പിലിരിക്കുന്ന അപ്പം. और क्रूस में वह मेरे लिए और आपके लिए मर गया, अपने आप को दे दिया, और उसका प्रमाण है जिस प्रभु भोज में आज हम भाग लेने जा रहे हैं. ആ അനുഗ്രഹത്തെ ഒന്നിച്ചു വെച്ചിരിക്കുക ഒരപ്പമായിട്ട്. और उस अनुग्रह को मिलाकर रखा गया है एक रोटी के समान. ഇത് കൂട്ടായ്മയുടെ അനുഗ്രഹമാ. और यह संगति का अनुग्रह है. ഈ കൂട്ടായ്മയുടെ സന്തോഷമാ. और यह अनुग्रह संगति का आनंद है. ഇതിൽ നിന്ന് ഞാൻ നുള്ളുമ്പോൾ ഞാൻ വിളിച്ചു പറയുക അവിടെ ലഭിച്ച അനുഗ്രഹം എന്റേതും കൂടിയാണ്. और उस समय जब आप उसमें भाग लेंगे वहां पर मिलने वाली आशीष का मैं भी वारिस बनूंगा. ആ ക്രൂശിൽ തന്നെ അനുഗ്രഹം എന്റേതും കൂടിയാണ്. और उस क्रूस पे जो आशीष है वो मेरे लिए भी है. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. मैं अपनी बातों को बंद करने जा रहा हूं, मिलकर प्रार्थना करेंगे. ഉൽപ്പത്തിയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കാണണ്ട. और उत्पत्ति में उन्होंने कहा हमें नहीं देखना. ശമൂവേലിൽ അവർ പറഞ്ഞു ഞങ്ങളെ ഭരിക്കണ്ട, ഞങ്ങളെ തൊടണ്ട. और शमूएल में उन्होंने कहा कि हम पर राज नहीं करना है. ഗ്ലോറി ടു ജീസസ്. जीसस हालेलुया. ഇവിടെ പുറപ്പാടി പറഞ്ഞു ഞങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങളോട് സംസാരിക്കല്ലേ. और निर्गमन में कहा कि हमें नहीं सुनना, हमको उसकी बात को नहीं मानना है. എന്നാൽ ഇവിടെ ദൈവം പറയുന്നു, लेकिन यहाँ पर प्रभु कह रहा है ദൈവം നമ്മെ സൃഷ്ടിച്ചത് കൂട്ടായ്മയ്ക്ക്. परमेश्वर ने हमें रचा सहभागिता के लिए. യേശു ഭൂമിയിൽ വന്നത് കൂട്ടായ്മയ്ക്ക്. और यीशु इस संसार में इसलिए आया कि हम सहभागिता को कर सके. യേശു ആമീൻ വചനം തന്നത് കൂട്ടായ്മ ഉണ്ടാകുവാൻ. और यीशु मसीह ने वचन इसलिए दिया कि हमें सहभागिता मिल सके. ഇന്ന് പകൽക്കാലം ആ കൂട്ടായ്മയുടെ ആഴങ്ങൾ കാണുന്നത്, കേൾക്കുന്നത്, അവനെ തൊടുന്നത് ജീവന്റെ കൂട്ടായ്മ. आज की सुबह उस सहभागिता में जब हम उसे देखते हैं, जब हम उसकी सुनते हैं, हम उसे सुनते हैं, जीवन की सहभागिता में अब आगे कदमों को बढ़ाते हैं. വിശ്വസിക്കുന്ന കരങ്ങൾ ഒന്ന് ഉയർന്നിരിക്കട്ടെ. विश्वास करने वाले अपने हाथों को उठा के रखे. ഈ 2021 2021 കൂട്ടായ്മ, संगति, ദൈവത്തോട് കൂട്ടായ്മ, परमेश्वर के साथ की संगति, ജനത്തോട് കൂട്ടായ്മ, लोगों के साथ की संगति, ആ കുരിശു പോലെ തന്നെ उस क्रूस के समान ദൈവത്തോട് കൂട്ടായ്മ, परमेश्वर के साथ की संगति, ജനത്തോട് കൂട്ടായ്മ. लोगों के साथ की संगति. ഈ കൂട്ടായ്മയിൽ ചിലത് കാണും, കേൾക്കും. 2021 ദൈവപ്രവൃത്തിയെ കാണത്തക്കവണ്ണം നമ്മുടെ അന്ധകാരത്തെ ദൈവം പ്രകാശമാക്കി. और इस संगति में हम कई बातों को देखेंगे, कई बातों को स्पर्श करेंगे. ईश्वर कार्य योजना में हम आगे बढ़ पाएंगे.
അവൻ ദൈവം ഇറങ്ങി പ്രവർത്തിച്ചിടത്തൊക്കെ ചിലത് കാണാനുണ്ട്, കേൾക്കാനുണ്ട്. जहां जहां प्रभु उतरा, प्रभु ने अपने कार्य को किया, वहां पर पर- देखने योग्य और सुनने योग्य कई बातें हैं। പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തി ഇറങ്ങിയപ്പോ ഈ കാണുകയും കേൾക്കുന്ന എന്താണെന്ന് അവർ ചോദിച്ചു. और पवित्र आत्मा जब प्रेरितों के कार्य में उतरा, वहां पर लोगों ने पूछा ये क्या हो रहा है। ആമീൻ. പുറപ്പാടിൽ ജനം പുറപ്പെട്ടു വന്നു മിസ്രൈമിലും ഇസ്രയേലും തമ്മിൽ അടുക്കാതിരിക്കാൻ മേഘം അവർക്ക് നടുവിൽ നിന്നപ്പോൾ ഇസ്രയേൽ മക്കൾക്ക് ദൈവം ഇരുട്ടിനെ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. और हम देखते हैं कि जब प्रभु इस्राएलियों को उस मिस्र के अंदर से निकाल रहा था, उनके और अन्य लोगों के बीच में परमेश्वर ने बादल का खंबा खड़ा किया। मिस्रियों के लिए वो अंधकार था, लेकिन इस्राएलियों के लिए वो प्रकाश का खंबा बना रहा। ഈ 2021 നിന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. 2021 में आपके अंधकार को प्रभु अद्भुत ज्योति में स्थानांतरित ഈ करने जा रहा। 2021 നിന്റെ രാത്രി പ്രകാശമാകും. 2021 में आपकी रात टल जाएगी, आपके लिए एक सूर्योदय होने वाला है। നീ ലോകക്കാര് പറയുന്നത് പോലെ പറയുന്ന രാത്രിയെ പകലാക്കാനാ പറയുന്നത്, പകലാകത്തില്ല. और संसार के लोग जैसे रात को दिन बनाना है तू वैसा कह रहा होगा, लेकिन वैसा नहीं होगा। പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ദുംഗപ്പൂർ ദൈവസഭയ്ക്ക് വാഗ്ദത്തം തരുന്നു, രാത്രിയെ പ്രകാശമാക്കുന്ന ഒരു ദൈവപ്രവൃത്തി കാണും, കേൾക്കും. लेकिन पवित्र आत्मा डूंगरपुर की कलीसिया को नबूवत करता है, रात को दिन बनाने वाला एक ईश्वरीय अभिषेक प्रभु आपके जीवनों में उंडेलना चाहता है। ഹല്ലേലൂയ. हालेलुया। ദൈവപ്രവൃത്തി കാണും, കേൾക്കും. परमेश्वर के कार्यों को देखेंगे, सुनेंगे। എത്ര പേർ പറയും കർത്താവ് എനിക്ക് അങ്ങേ കാണണം, कितने लोग कहेंगे प्रभु हमें आपको देखना है, കർത്താവ് അങ്ങയുടെ ദൈവപ്രവൃത്തി എനിക്ക് കാണണം. प्रभु आपके ईश्वरीय कार्य योजना को हमें देखना है, അത് ഈ കണ്ണുകൊണ്ടല്ല. हमारी आंखों से। കർത്താവ് എനിക്ക് ദൈവപ്രവൃത്തിയെ കേൾക്കണം, प्रभु हम आपके कामों को सुनना है, എനിക്ക് ദൈവത്തെ കേൾക്കണം, हमें प्रभु को सुनना है, എനിക്ക് ദൈവത്തെ തൊടണം. मुझे प्रभु को छूना है, എന്റെ ആത്മാവ് കൊണ്ട് കാണാൻ, मेरी आत्मा से देखने के लिए, ആത്മാവ് കൊണ്ട് കേൾക്കാൻ आत्मा से सुनने के लिए ഒരു ദൈവപ്രവൃത്തി ഇറങ്ങുന്നുണ്ട്. एक परमेश्वर का कार्य प्रकट होने वाला है। കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. अपनी आंखों को बंद करें, मिलकर प्रार्थना करें। കാണുകയും കേൾക്കുകയും ചെയ്യത്തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തി आप देख सके, समझ सके इस प्रकार से की ईश्वरीय कार्य योजना യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഇറങ്ങുന്നു. यीशु के नाम में आज सुबह वो प्रकट होने पा है, കുടുംബങ്ങൾക്കകത്തേക്ക് അത് ഇറങ്ങുന്നു. परिवारों के अंदर वो प्रकट होने पा है, യേശുവിന്റെ നാമത്തിൽ ഭവനത്തിനകത്തേക്ക് ഇറങ്ങുന്നു. यीशु के नाम में परिवारों में वो प्रकट हो रहा है। ഭയങ്ങൾ മാറിപ്പോകട്ടെ. डर जाने पाए, മുഷിഞ്ഞ വസ്ത്രത്തിനെതിരെ വാദിച്ചു നിൽക്കുന്ന പൈശാചിക മണ്ഡലം മാറിപ്പോകട്ടെ. आपके मेले वस्त्रों को देखकर आपके खिलाफ आरोप प्रत्यारोप लगाने वाले अंधकार की ताकतें पराजित होने पाए। കുനിഞ്ഞിരിക്കുന്ന തളർന്നിരിക്കുന്ന ചിലരെ ദൈവം ശക്തീകരിക്കട്ടെ. ढीले हाथों से बैठे हुए, झुककर पराजय में बैठे हुए कुछ लोगों को प्रभु अपना बल आज देने पाए, ബലമില്ലാത്ത ചിലതിന് ബലം ദൈവം പകരുന്നു. और बलहीनों को प्रभु बल प्रदान करने पाए, ശക്തിയില്ലാത്തവന് ദൈവം ശക്തി പകരുന്നു. शक्तिहीनों को प्रभु शक्ति प्रदान करने पाए। 2021 ദൈവപ്രവൃത്തി നീ കാണുകയാ. 2021 में ईश्वरीय कार्यों को आप देखने पाओगे। हमारी पवित्र आत्मा, हम एक साथ मिलकर आते हैं प्रभु जी. आज दिन में हम साथ मिलकर प्रभु की उपस्थिति में आने के लिए प्रभु ने मौका दिया. हम प्रभु को धन्यवाद करते हैं प्रभु जी. आज हम एक साथ मिलकर विश्वास की दिल से प्रार्थना करते हैं प्रभु जी. एक नया काम, अद्भुत काम 2030 में प्रभु करने के लिए हम प्रार्थना करते हैं. सभी घरों पर, सभी मंदिर के अंदर, सभी विश्वासी लोग की जीवित की सभी मंडलों पर प्रभु कार्य करेगा, कार्य करेगा. हम देखेंगे, हम सुनेंगे, हम विश्वास करते हैं प्रभु जी. आपका बड़ा काम, आपका ग्लोरी विल हैंडल द ग्लोरी विल हैंडल. തേജസ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. നിങ്ങൾ വിശ്വസിക്കും, അവിടെ അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. इसलिए धन्यवाद, धन्यवाद, धन्यवाद. इसलिए करने के लिए धन्यवाद, धन्यवाद, धन्यवाद प्रभु जी. सभी प्रार्थना सुनकर धन्यवाद. यीशु मसीह के नाम से मांगते हैं, सुन और ग्रहण पिता, आमीन.